ആയിട്ട് വന്നാലോ? അപ്പോൾ വേഗം വായി. ഉത്തരാഖണ്ഡിൽ എല്ലാ വർഷവും വൈകുണ്ഠ ചതുർദശി മേള നടക്കാറുണ്ട്. ഉത്തരാഖണ്ഡുകാർ ഒരുപാട് ആഘോഷിക്കുന്നതും സാധനങ്ങളൊക്കെ മേടിക്കുന്നതും അങ്ങനെ ഒരു വലിയ ഉത്സവം തന്നെയാണ് ഈ ഒരു മേള. ഒരുപാട് ആൾക്കാർ ഈ ഒരു മേളയ്ക്കായിട്ട് ഇവിടെ എത്താറുണ്ട് കേട്ടോ. സാധാരണ ഡിസംബറിൽ സമയമാകുമ്പോഴാണ് ഈ ഒരു മേളയൊക്കെ വരാറ്. എന്നാൽ ഈ പ്രാവശ്യം വൈകുണ്ഠ ചതുർദശി നേരത്തെ വന്നതുകൊണ്ടാണോ ഇനി വിൻ്റർ ലേറ്റായിട്ട് വന്നതുകൊണ്ടാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും അടിപൊളിയായിരുന്നു ഈ പ്രാവശ്യത്തേത്. ഇനി ഈ വൈകുണ്ഠ ചതുർദശി എന്താണെന്ന് അറിയണ്ടേ? കാർത്തിക മാസത്തിലെ ചതുർദശിയിലാണ് ഈ ഒരു ദിവസം ആഘോഷിക്കാറ്. ഈ വൈകുണ്ഠ ചതുർദശി ദിനത്തിൽ ശിവഭഗവാനും വിഷ്ണു ഭഗവാനും തമ്മിലുള്ള ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദേവഗണങ്ങൾക്കും പൂജകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തി പോരുന്നുണ്ട്. ഉത്തരാഖണ്ഡിലെ ക്ഷേത്രങ്ങളിൽ ഇതൊക്കെ വലിയൊരു ആഘോഷം തന്നെയാണ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് അതിനോടനുബന്ധിച്ചുള്ള മേള കാണാനാണ്. ഇവിടുത്തെ ഈ ഫ്ലഗ്സും കാര്യങ്ങളൊക്കെ കണ്ടോ? ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരാണ്. ഇവരൊക്കെയാണ് ഈ ഒരു മേള സംഘടിപ്പിച്ചത്. അതായത് ഗവൺമെൻറ് മാറുന്നതിനനുസരിച്ചിട്ട് ഈ മേളകൾ സംഘടിപ്പിക്കുന്ന ആൾക്കാരെ മാറും. അവരുടെ ഫ്ലക്സ് കാര്യങ്ങളൊക്കെയാണ് വെച്ചത്. മേളയിൽ ഇപ്രാവശ്യം പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പഹാടി ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യണ കുറച്ച് സ്പൈസസ്, അവർ യൂസ് ചെയ്യുന്ന അരി, അവർ യൂസ് ചെയ്യുന്ന ദാല്, അതൊക്കെ പ്രത്യേകമായിട്ട് ഇപ്രാവശ്യം കൗണ്ടർ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കായിട്ടൊരു കുഞ്ഞ് കിഡ്സ് സോണും ഉണ്ടായിരുന്നു. വിൻ്റർ തുടങ്ങാനായതുകൊണ്ട് തന്നെ വിൻ്റർ കളക്ഷൻ്റെ ഒരു അടിപൊളി ശേഖരം തന്നെ ഉണ്ടായിരുന്നു. സാധാരണ വിൻ്റർ കളക്ഷൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. കൂടാതെ ഒരുപാട് ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് നമ്മൾ കുറച്ച് സ്വീറ്റ് കോണൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്വീറ്റ് കോൺ എനിക്ക് ആദ്യം അത്ര ഇഷ്ടമില്ലായിരുന്നു, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയൊരു സംഭവമാണ്. പക്ഷേ ഇവിടുത്തത് ഭയങ്കര ഒരു സ്പൈസിയൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതിന് പകരം അവർ സ്വീറ്റോ എന്തൊക്കെയോ ഇട്ടിട്ടൊരു മിക്സഡ് ടേസ്റ്റ് ആയിട്ടാണ് തന്നത്. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇപ്രാവശ്യം വലിയൊരു തണുപ്പ് തുടങ്ങാത്തതുകൊണ്ട് തന്നെ നല്ല ആസ്വദിച്ച് എല്ലാം കാണാനൊക്കെ പറ്റി. അത്യാവശ്യം നല്ല വെയിലുള്ളത് കൊണ്ട് ആ ഒരു വിൻ്ററിലുള്ളൊരു ഇളം വെയിൽ നല്ല അടിപൊളിയാണല്ലോ. പിന്നെ കുട്ടികളുടെ ജാക്കറ്റ് കളക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു, അടിപൊളി. നമുക്ക് ഓരോന്നും സ്റ്റോൾസും ഓരോരോ വെറൈറ്റി ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊന്നും സാരിക്ക് പ്രത്യേക കൗണ്ടേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, ഉള്ളത് തന്നെ വളരെ കുറവായിരുന്നു. ഇപ്രാവശ്യം സാരിക്ക്, കുർത്താസിന് ഈ മെറ്റീരിയൽസൊക്കെ അടിപൊളി ചുരിദാർ മെറ്റീരിയൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇതുപോലുള്ള എക്സ്പോയും മേളകളൊക്കെ കാണുമ്പം എല്ലാം കണ്ട് ആസ്വദിക്കാനാണ് ഇഷ്ടം. എല്ലാം മേടിച്ചു കൊണ്ടുപോകുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുക ഇതെല്ലാം കാണുമ്പോഴാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ ഉത്തരാഖണ്ഡ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉത്തരാഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ മേള കാര്യങ്ങൾ ഷോപ്പിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ്, പോയി കാണാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ വരും. അതുകൊണ്ട് തന്നെ കുറേ ദൂരത്തു നിന്നുള്ള ആൾക്കാർ വരെ, രുദ്രപ്രയാഗ് ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരെ ഈ ഒരു മേള കാണാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ ടൂറ് കൊണ്ടുപോകുന്ന പോലെ ഈ ഒരു മേള സംഘടിപ്പിക്കുന്ന സ്ഥലത്തേക്ക് കാണാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഉത്തരാഖണ്ഡുകാർക്ക് ഈ ഒരു മേള. വിൻ്റർ കളക്ഷൻ്റെ ഡ്രസ്സൊക്കെ ഏറ്റവും വില കുറച്ച് കിട്ടുക നമ്മുടെ ഡൽഹിയിൽ കാര്യങ്ങളിലൊക്കെയാണ്. ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും. എന്നാൽ ഈ ഒരു മേളയിൽ നിന്ന് നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് ഇതുപോലുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ കിട്ടും. ഇതുപോലുള്ള ഈ ഒരു ബനിയൻ പോലത്തെ ടീഷർട്ട്സിനൊക്കെ നമുക്ക് 150 അങ്ങനെയുള്ള റേറ്റ് നമുക്ക് ആവുള്ളൂ. അപ്പം 250, 150 നല്ല അടിപൊളി കളക്ഷൻസ് കിട്ടും. ഇതിനൊക്കെ 1000 രൂപ, 1150 രൂപയാട്ടോ. ഇതെല്ലാം അൺസ്റ്റിച്ചഡ് ആണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ എടുക്കുന്നവർക്ക് ഒക്കെ അടിപൊളിയായിരിക്കും. പിന്നെ കുട്ടികളുടെ ടോയ്സിനൊക്കെ ആയിട്ട് ഒരു വലിയ ഭാഗം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ കാണാൻ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. പിന്നെ ഈ കരകൗശല വസ്തുക്കളില്ലേ, നമുക്ക് ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ടും ക്ലോക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അതിനൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു.
പക്ഷേ ഇതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ ഇതേ സംഭവങ്ങളൊക്കെ ഋഷികേശിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇത്രയും റേറ്റ് ഇല്ലായിരുന്നു. ഇതെല്ലാം മരം കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഋഷികേശിലൊരു 150 100 ആ ഒരു റുപ്പീസേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മേളയിൽ നിന്ന് ഇപ്രാവശ്യം കുറച്ചുകൂടെ വ്യത്യാസമുള്ളത്, ഇവിടെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു. അത് സാധാരണ ഇവിടെയൊന്നും കാണാറില്ല കേട്ടോ. ഒരുപാട് ബുക്കിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമുക്ക് വാങ്ങണം, ഇവിടെയൊന്നും അത്ര വലിയ ബുക്സിൻ്റെ ഷോപ്പുകളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അതുപോലുള്ള സ്ഥലത്ത് ഇതുപോലെയുള്ള ഷോപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കടന്നപ്പോൾ തന്നെ ഇവിടെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നു. ഇത് കളിക്കാനുള്ള ഗെയിംസിനായിട്ടൊക്കെ ഒരു വലിയ ഏരിയ തന്നെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം. നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ കളിക്കാനായിട്ട് പോയിട്ടോ. ഒരു ബോളൊക്കെ ഇടുന്ന ഒരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടും. അവർ പറയുന്ന ഒരു കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അതിൽ വീണിട്ടുണ്ടെങ്കിൽ സമ്മ് ചെയ്യുമ്പോൾ അത്രയും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗിഫ്റ്റ് കിട്ടുന്നുള്ളായിരുന്നു. അപ്പം ഋഷിക്കുട്ടൻ കളിച്ച് നോക്കിട്ടോ. ഋഷിക്കുട്ടൻ കളിച്ചിട്ട് ഋഷിക്കുട്ടന് ഒരു ചെറിയ വാട്ടർ ബോട്ടിൽ കിട്ടി. അതായത് വെള്ളത്തിൻ്റെ തന്നെ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയുള്ള ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് കളിച്ചൊക്കെ നോക്കിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കളിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു ആർക്ക് കിട്ടുകയാണെങ്കിലും ആ ഒരു വാട്ടർ ബോട്ടിലിൽ കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഗണ്ണിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഗെയിം ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അത് കുറേ പേര് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത്. കഴിഞ്ഞ പ്രാവശ്യം ബലൂൺ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഇത് ഇപ്രാവശ്യം ഉണ്ട് തോന്നുന്നു അപ്പുറത്തെ സൈഡിലേക്ക്. ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ ലെങ്തി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും ഒന്നും കവർ ചെയ്യാനൊന്നും പറ്റില്ല. ഋഷികൂട്ടം കളിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം മനോഹരൻ്റെ ഇതിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മനോഹരന് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര, ഇതിലൊക്കെ കയറാൻ എനിക്ക് പേടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. എനിക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് തല ചുറ്റും. ഈ ഒരു സംഭവത്തിന് ഇവർ സുനാമി എന്നാണ് പേരിട്ടിട്ടുള്ളത്. എൻ്റെ അമ്മോ, ഇത് കാണുമ്പോഴേ എനിക്ക് തല ചുറ്റും. എനിക്ക് എന്താ പറയുക, വൊമിറ്റൊക്കെ ചെയ്യാൻ വരുന്ന പോലുള്ളൊരു ഫീലായിരുന്നു. പക്ഷെ ഇതിലുള്ള ആൾക്കാരൊക്കെ എത്ര ധൈര്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഇതിലൊക്കെ കയറുന്നത് എത്ര സേഫ്റ്റി ആണോ എന്ന് പോലും അറിയില്ല. പക്ഷേ കുറേ ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. അതിൽ കയറാൻ ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു. ഇത് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കേട്ടോ ഇവരിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബാക്കി എല്ലാ സംഭവങ്ങളും ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ കയറുന്നത് ഈ ഒരു ട്രെയിനിലാണ് കേട്ടോ. അത് ഋഷിക്കുട്ടന് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ 3 പേരും അതിലാണ് കയറിയത്. അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഒരു സംഭവം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുട്ടികൾക്കായിട്ട് വേറെയും കുറേ സംഭവങ്ങൾ ഇതിനുള്ളിലുണ്ട് കയറാനായിട്ട്. ചെറിയ കുട്ടികൾക്ക് പറ്റിയത് വേറൊരു ഏരിയയിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശന്നു. അപ്പോൾ വിശന്നപ്പോൾ നമ്മൾ അവിടെ ഫുഡ് സ്റ്റോളിൻ്റെ അവിടേക്ക് പോയി. ഇത് ലിട്ടി ചോക്കിയാണ്. ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷോർട്സ് ആയിട്ട് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ഗോതമ്പിൻ്റെ ഒരു ഐറ്റമാണ്. ഗോതമ്പ് ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഗ്രാം പൗഡർ ഇല്ലേ, അതായത് നമ്മളെ ദാലിൻ്റെ പൗഡർ, പിന്നെ മസ്റ്റാർഡ് ഓയിൽ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് ചുട്ടെടുക്കുക. നമ്മൾ ഗ്രില്ല് ചെയ്ത് എടുത്തിട്ട് അത് പിന്നെ എടുത്തിട്ട് ഒരു ഗീയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മുടെ വഴുതിനയും പിന്നെ ആലു എല്ലാം കൂടെ ബോയിൽ ചെയ്തതും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു മസാല പോലെ ഉണ്ടാക്കിയിട്ട് ഒരു കറി പോലെ. മസ്റ്റാർഡ് ഓയിലാകുമ്പോൾ എനിക്കിഷ്ടമാവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് കഴിക്കാൻ പറ്റും. മസ്റ്റാർഡ് ഓയിലിൻ്റെ ആ ടേസ്റ്റ് കുത്തുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ തന്തൂരി ചായ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വിൻ്റർ ആയാൽ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ഇതുപോലുള്ള ചായകളാണ്. തന്തൂരി ചായയും മഡ്കാട്ടിയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ വിറ്റഴിക്കപ്പെടും. അതിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് തന്തൂരി ചായ തന്നെയാണ്. ഇതിങ്ങനെ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഉള്ള ആ ഒരു പുകഞ്ഞ മണം തന്നെ നമുക്ക് ആ ചായ കുടിക്കാനായിട്ട് തോന്നും. ഇതുവരെ കുടിക്കാത്ത ആൾക്കാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും കുടിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ചായക്ക്.
ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണോ എന്ന് അറിയില്ല, ഒരുപാട് ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഇതിനൊക്കെ ടോക്കൺ എടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ഫുഡൊക്കെ മേടിക്കാനായിട്ട് പറ്റുക. ഈ ഒരു ചായക്ക് 20 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. ഞാൻ മഡ്ക ടീ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ തന്തൂരി ചായ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് കഴിച്ചില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ ഇതിനു മുമ്പ് കഴിച്ചുള്ളൂ. പക്ഷെ അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടേസ്റ്റാണ്. പിന്നെ ഈ കോട്ടൺ കാൻഡി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഈ ഒരു സമയത്താട്ടോ. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കുന്നത് കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നു. പിന്നെ രണ്ടാമത് നമ്മൾ ആ ഒരു പ്ലേ ഏരിയയിലേക്ക് വന്നിട്ട് അവിടെ കുറച്ച് നേരം വെറുതെ ചുമ്മാ നോക്കി അങ്ങോട്ട് തിരിഞ്ഞ് കളിച്ചു. പിന്നെ അവിടെ ശർക്കര ജിലേബി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കാലം ജിലേബി കഴിച്ചിട്ട് അതുകൊണ്ട് കുറച്ച് ശർക്കര ജിലേബി വാങ്ങി കഴിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ മെല്ലെ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ഒരു പ്രാവശ്യം കൂടിയൊക്കെ ഇവിടെ വരേണ്ടി വരും. നമ്മൾ സാധനങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വിൻ്റർ ഡ്രസ്സ് കുറച്ചൊക്കെ നോക്കണം. കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് അതൊക്കെ കുറച്ചുകൂടെ ഓഫർ കാര്യങ്ങളിലൊക്കെ കിട്ടുക. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് വരേണ്ടി വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ.